ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് OSI സെക്യൂരിറ്റി ആർക്കിടെക്ചർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ OSI സെക്യൂരിറ്റി ആർക്കിടെക്ചർ എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് X800 സെക്യൂരിറ്റി ആർക്കിടെക്ചർ എന്നാണ്. നമുക്കിവിടെ OSI ലെയേഴ്സിൽ യൂസ് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ആർക്കിടെക്ചറാണ് OSI ആർക്കിടെക്ചർ, OSI സെക്യൂരിറ്റി ആർക്കിടെക്ചർ. സോ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് X800 എന്നാണ്. സോ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ എന്തെങ്കിലും സെക്യൂരിറ്റി എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ടോ, സോ അതിനെ ഡിഫൈൻ ചെയ്യാനും അത് പ്രൊവൈഡ് ചെയ്യാനുമുള്ള ഒരു സിസ്റ്റമാറ്റിക് വേ ആണ് OSI സെക്യൂരിറ്റി ആർക്കിടെക്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സെക്യൂരിറ്റി റിക്വയർമെൻറ്റ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോസസ്സുകളൊക്കെ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് OSI സെക്യൂരിറ്റി ആർക്കിടെക്ചർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും, അതിനെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് സെക്യൂരിറ്റി ആർക്കിടെക്ചറിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിട്ടായിരുന്നു ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പിന്നീട് അതിനുശേഷം ഈ ഒരു ആർക്കിടെക്ചറിന് ശേഷം വന്ന എല്ലാ ഡിവൈസുകളിലും, കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളിലെല്ലാം ഈ ഒരു സെക്യൂരിറ്റി ആർക്കിടെക്ചർ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലായിരുന്നു അത് പിന്നെ ഡെവലപ്പ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ എന്തൊക്കെ സെക്യൂരിറ്റി നീഡ്സ് ഉണ്ടോ അത് എല്ലാം കറക്റ്റായിട്ടും മനസ്സിലാക്കുക, അസസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ദെൻ ഇവാലുവേറ്റ് ചെയ്യുക എന്തൊക്കെയാണ് ഒരു ഓർഗനൈസേഷനിൽ ആവശ്യമുള്ള സെക്യൂരിറ്റി പ്രോഡക്ട്സും അതുപോലെ തന്നെ പോളിസീസൊക്കെ മനസ്സിലാക്കാനും അതിനെ ഇവാലുവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സെക്യൂരിറ്റി നീഡ്സുകളെ സിസ്റ്റമാറ്റിക് വേയിൽ ഡിഫൈൻ ചെയ്യുക, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം, അതിനെ എങ്ങനെ നമുക്ക് ഈ അറ്റാക്കുകളെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം, അതിനുള്ള അപ്രോച്ചസ് ഏതൊക്കെയാണ് എന്നൊക്കെ പറയുന്ന ഈ കാര്യങ്ങൾ, അതായത് കോമൺ ആയിട്ടും ഒരു ഓർഗനൈസേഷൻ്റെ സെക്യൂരിറ്റി റിക്വയർമെൻറ്റ് ഏതൊക്കെയാണ്, ഏതൊക്കെ മെക്കാനിസത്തിലൂടെ നമുക്ക് അതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും, അറ്റാക്കുകളെ ബ്ലോക്ക് ചെയ്യാം, അവർ പ്രിവെൻറ്റ് ചെയ്യാനും ഡിറ്റക്റ്റ് ചെയ്യാനും കറക്റ്റ് ചെയ്യാനുള്ള മെക്കാനിസംസ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും. സോ ഇതിനുള്ള ഒരു സ്റ്റാൻഡേർഡ് വേ ആണ് OSI സെക്യൂരിറ്റി ആർക്കിടെക്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ പ്രോസസ്സിങ് എൻവയോൺമെൻറ്റിൽ നമുക്കിത് പ്രൊവൈഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെക്യൂരിറ്റി പ്രോബ്ലംസ് അവിടെ ഉണ്ടാവും. അതായത് നമുക്ക് ഈ ഒരു സെക്യൂരിറ്റി ആർക്കിടെക്ചർ ഇൻക്ലൂഡ് ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അതിലുള്ള കംപ്ലീറ്റ് സെക്യൂരിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അറ്റാക്കേഴ്സിന് കംപ്ലീറ്റ്ലി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ അതിൻ്റെ റിക്വയർമെൻറ്റ് വെച്ചിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് അത്രയും ആയിരിക്കും അത് അത് കൺട്രോൾ ചെയ്യുക. ഇനി എന്തൊക്കെയാണ് നമ്മളുടെ OSI സെക്യൂരിറ്റി ആർക്കിടെക്ചറിൻ്റെ പില്ലേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇത് ഫോക്കസ് ചെയ്യുന്ന 3 കാര്യത്തിലാണ്: സെക്യൂരിറ്റി അറ്റാക്ക്, ദെൻ സെക്യൂരിറ്റി മെക്കാനിസംസ്, ദെൻ സെക്യൂരിറ്റി സർവീസസ്. അപ്പോൾ സെക്യൂരിറ്റി അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ ഡേറ്റയുമായിട്ട് അല്ലെങ്കിൽ ഇൻഫർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന എന്തൊക്കെ അറ്റാക്കുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തൊക്കെ ആക്ഷനാണ് നമ്മൾ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഇൻഫർമേഷന് ത്രെട്ടായിട്ട് വരാവുന്ന അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ടൈപ്പ് അറ്റാക്കുകൾ അവിടെ വരാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഈ സെക്യൂരിറ്റി അറ്റാക്ക് എന്ന് പറയുന്ന സെക്ഷനിൽ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ അവിടുത്തെ സെക്യൂരിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ ആക്ഷൻസ് ഉണ്ടാവാം. ദെൻ സെക്യൂരിറ്റി മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെക്യൂരിറ്റി അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഡിറ്റക്റ്റ് ചെയ്യുക, അതിനെ പ്രിവെൻറ്റ് ചെയ്യുക, അതിൽ നിന്ന് റിക്കവർ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ പ്രോസസ്സുകളാണ് എന്നുള്ളതാണ് സെക്യൂരിറ്റി മെക്കാനിസം ഡീൽ ചെയ്യുന്നത്. ദെൻ സെക്യൂരിറ്റി സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഡേറ്റാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും എന്തിന് കാരണമാകുന്നുണ്ട്, സെക്യൂരിറ്റി അറ്റാക്സിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ സർവീസസ് ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ ഡേറ്റ പ്രോസസ്സിങ്ങിലും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, സെക്യൂരിറ്റി സർവീസസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഓരോന്നായിട്ട് നമുക്ക് മനസ്സിലാക്കി പോകാം. ഫസ്റ്റ് വൺ ഈസ് സെക്യൂരിറ്റി അറ്റാക്ക്. അപ്പോൾ സെക്യൂരിറ്റി അറ്റാക്ക് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനകത്തുള്ള ഇൻഫർമേഷന് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അല്ലെങ്കിൽ അറ്റാക്കുകൾ ഉണ്ടാവാം, അങ്ങനെ വരുന്ന എന്തൊക്കെ ആക്ഷൻസ് ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിൽ എങ്ങനെയാണ് ഒരു അറ്റാക്ക് ഉണ്ടായെന്ന് ഡിറ്റക്റ്റ് ചെയ്യുന്നതും അതിൽ അറ്റാക്ക് ഉണ്ടായോ അതിനെ ഡിറ്റക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ നമ്മൾ സെക്യൂരിറ്റി അറ്റാക്കിൽ നോക്കുന്നുണ്ട്. അപ്പോൾ കുറേയധികം അറ്റാക്കുകൾ, പല തരത്തിലുള്ള അറ്റാക്കുകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ജനറിക് ടൈപ്പ് ഓഫ് അറ്റാക്കുകൾ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ
അപ്പം ഇവിടെ എന്താണ് ഈ ത്രെറ്റും അറ്റാക്കും എന്താണെന്നുള്ളത് നോക്കാം. സോ യൂഷ്വലി ത്രെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേഞ്ചറസ് അല്ലെങ്കിൽ പോസിബിൾ ഡേഞ്ചർ ആണ്. അതായത് ത്രെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റീനെ വയലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിൾ സിറ്റുവേഷൻ ആണ് നമ്മൾ എന്തെന്ന് പറയുക, ത്രെറ്റ് എന്ന് പറയുക. ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള ഒരു ത്രെറ്റായിട്ട് ഞാൻ പറയുന്നത്, എൻ്റെ വീട്ടിൽ പവർ സപ്ലൈ ഉണ്ട്. അപ്പോൾ അവിടെ എൻ്റെ പവർ സപ്ലൈയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, എൻ്റെ ഏതെങ്കിലും ഒരു ഡിവൈസിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, അതിൻ്റെ സർക്യൂട്ടറിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്. സോ അതെന്ന് പറയുന്നത് എന്താണ്, ഒരു ത്രെറ്റാണ്. അതായത് ഇനി ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻ ആണത്. സോ അതാണ് നമ്മൾ ത്രെറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ പൊട്ടൻഷ്യൽ ഫോർ വയലേഷൻ ഓഫ് സെക്യൂരിറ്റി, സെക്യൂരിറ്റി വയലേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം. അതൊരു സർക്കംസ്റ്റൻസസ് ആവാം, ഒരു കേപ്പബിലിറ്റി ആവാം, അല്ലെങ്കിൽ ഒരു ആക്ഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ഇവന്റ് ആവാം. അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ട് നമ്മളെ സെക്യൂരിറ്റീനെ ബ്രീച്ച് ചെയ്യാനും അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുള്ള ഒരു സിറ്റുവേഷനോ ഇവന്റോ ആക്ഷനോ ഒക്കെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഒരു ത്രെറ്റായിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ അറ്റാക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈ ത്രെറ്റിനെ ഫോക്കസ് ചെയ്തിട്ടാണ് അറ്റാക്കേഴ്സ് വരുന്നത്. അപ്പോൾ ആ ത്രെറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടായിരിക്കും അറ്റാക്കേഴ്സ് എന്ത് ചെയ്യുക, ഒരു കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു ഓർഗനൈസേഷനിലോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലോ ഒക്കെ ആക്സസ് ചെയ്യുന്നത് ത്രെറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അത് ഒരു ഇന്റലിജന്റ് ത്രെറ്റിൽ നിന്നാണ് എന്ത് വരുന്നത്, ആ ഒരു സിസ്റ്റം സെക്യൂരിറ്റീനെ എങ്ങനെ അത് ഫോക്കസ് ചെയ്യാം, അത് അറ്റാക്ക് ചെയ്യാം എന്നുള്ളത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ത്രെറ്റും അറ്റാക്കും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇനി രണ്ട് തരത്തിലുള്ള അറ്റാക്കുകളാണുള്ളത്, പാസീവ് അറ്റാക്കും ആക്റ്റീവ് അറ്റാക്കും. ദെൻ പാസീവ് അറ്റാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരിൽ പറയുന്നത് പോലെ തന്നെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റം റിസോഴ്സസിനെ ഒന്നും അഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് അറിയാനോ ലേൺ ചെയ്യാനോ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് അവർക്ക് വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാനോ ഒക്കെ തന്നെ അങ്ങനെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീസ് ആണ്. അതായത് നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിൽ ഒരാൾക്ക് ഒരു മെസ്സേജ് അയക്കുന്നു, ആ മെസ്സേജിന്റെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അത് എപ്പോഴൊക്കെയാണ് ഇവർ തമ്മിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളൊരു പാറ്റേൺ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ളൊരു പ്രവണത, അതിനെയാണ് നമ്മൾ എന്താ പറയുക, പാസീവ് അറ്റാക്ക് എന്ന് പറയുന്നത്. പക്ഷേ ആക്റ്റീവ് അറ്റാക്കിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ സിസ്റ്റം റിസോഴ്സസിനെ ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അതായത് സിസ്റ്റം റിസോഴ്സസിനെ ഓൾട്ടർ ചെയ്യുന്ന ടൈപ്പ് അറ്റാക്കുകളെയാണ് നമ്മൾ ആക്റ്റീവ് അറ്റാക്കുകളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പാസീവ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ അതിന് മെയിനായിട്ടും ഈവ്സ് ഡ്രോപ്പിംഗ് ആണ്. ഈവ്സ് ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ കണ്ടന്റ് എന്താണെന്ന് വായിച്ചു നോക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിനെ ആ ഒരു ട്രാഫിക്കിനെ മോണിറ്റർ ചെയ്യുക, എന്താണ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്, ആ ഒരു മെസ്സേജിന്റെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ അപ്പോൾ ഇവരുടെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഇൻഫർമേഷൻ ആണ് ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള പാസീവ് അറ്റാക്കുകളാണ്, റിലീസ് ഓഫ് മെസ്സേജ് കണ്ടന്റ്സ് അതുപോലെ തന്നെ ട്രാഫിക് അനാലിസിസ്. അപ്പോൾ റിലീസ് ഓഫ് മെസ്സേജ് കണ്ടന്റ് നമ്മൾ മറ്റൊരു പേര് ഇന്റർസെപ്ഷൻ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത്, ഒരു ടെലിഫോൺ കോൺവെർസേഷൻ ഇടയ്ക്കോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെയിൽ മെസ്സേജിന് ഇടയ്ക്കോ നമുക്ക് വരേണ്ടുന്ന ഡേറ്റ വേറൊരാൾ ആക്സസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സം കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഒക്കെ ആയിരിക്കാം, അതെന്ത് ചെയ്യുന്നു, മറ്റൊരാൾ ആക്സസ് ചെയ്യുന്നു. അപ്പോൾ ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ടൊരു ഫിഗർ കാണിച്ചു തരാം. ഇവിടെ ബോബ് എന്ന് പറയുന്നതാണ് നമ്മുടെ സെൻഡർ, ആലിസ് എന്ന് പറയുന്നതാണ് റിസീവർ. സോ ബോബ് ആലിസിന് അയക്കുന്ന ഒരു മെസ്സേജ്, ഇതിനിടയ്ക്കാണ് ഈ ഡാർത്ത് എന്ന് പറയുന്ന ഒരു അറ്റാക്കറാണ് അയാൾ എന്താ ചെയ്യുന്നത്, ഈ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നു, ബോബ് ആലിസിന് അയക്കുന്ന മെസ്സേജിന്റെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, അതാണ് റിലീസ് ഓഫ് മെസ്സേജ് കണ്ടന്റ് എന്ന് പറയുന്ന അറ്റാക്കിൽ നോക്കുന്നത്. അപ്പോൾ അത് ഇന്ററപ്റ്റ് ചെയ്യുക, അതായത് ഇവർ ഈ ഒരു ട്രാൻസ്മിഷന്റെ ഇടയ്ക്ക് ഈ അറ്റാക്കർ വന്ന് ഈ മെസ്സേജിന്റെ കണ്ടന്റ് എന്താണ് എന്ന്, അതായത് ഒരു ഈവ്സ് ഡ്രോപ്പിംഗ് ആണ് അവിടെ നടക്കുന്നത്. ദെൻ അടുത്ത രണ്ടാമത്തെ പാസീവ് അറ്റാക്ക് ആണ് ട്രാഫിക് അനാലിസിസ്. അപ്പോൾ ട്രാഫിക് അനാലിസിസിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ ഈ ഒരു അതായത് ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഇവർ എപ്പോഴൊക്കെയാണ് മെസ്സേജ് ചെയ്യുന്നത്, എത്ര ഡ്യൂറേഷനാണ് മെസ്സേജ്, ഏതൊക്കെ സമയത്താണ് ഇവർ തമ്മിൽ മെസ്സേജ് അയക്കുക എന്നൊക്കെയുള്ള ആ ഒരു പാറ്റേൺ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ട്രാഫിക് അനാലിസിസിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മുടെ ആർമിയിലോ അങ്ങനെയൊക്കെയുള്ള ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിലോ ഒക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു അറ്റാക്കുകൾ പൊതുവായിട്ട് കാണാറുള്ളത്. അപ്പോൾ ഇവരെ ആരൊക്കെ തമ്മിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. സോ അപ്പോൾ ഇതാണ് നമ്മളുടെ രണ്ട് തരത്തിലുള്ള പാസീവ് അറ്റാക്സ്.
ദെൻ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പാസീവ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളുടെ മെസ്സേജ്, ഞാനിപ്പോൾ ഒരാൾക്ക് ഒരു മെസ്സേജ് ഹായ് ഹലോ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതിൻ്റെ റിസീവറിനും ആ മെസ്സേജ് തന്നെയാണ് എത്തുന്നത്, അതിലൊരു മാറ്റവും ഇല്ല. അതായത് ഒരു തരത്തിലുള്ള ഓൾട്രേഷനും നമ്മുടെ മെസ്സേജിനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് റിസീവറിന് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഇതിന് ഇൻ ബിറ്റ്വീൻ ഈ ട്രാൻസ്മിഷൻ ഒരാൾ ഈ മെസ്സേജിനെ ആക്സസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പാസീവ് അറ്റാക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് യൂഷ്വലി എൻക്രിപ്ഷൻസ് യൂസ് ചെയ്യാം. അപ്പോൾ എൻക്രിപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ അയക്കുന്ന മെസ്സേജ് നമ്മൾ ജസ്റ്റ് റോ മെസ്സേജ് ആയിട്ട് അയക്കുന്നതിന് പകരം അതിനെ സം സീക്രട്ട് ഇൻഫർമേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് അയക്കുന്നു. അതാണ് എൻക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റി അറ്റാക്കിൽ ഈ പാസീവ് അറ്റാക്ക് ഡീൽ ചെയ്യുന്നത് അത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ടും ഫോക്കസ് ചെയ്യാനുള്ളത്. കാരണം അത് പ്രിവെൻറ്റ് ചെയ്യുക, അതിനെ ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, പ്രിവെൻറ്റ് ചെയ്യുക. അങ്ങനെ ഇടയ്ക്കുനിന്ന് ഒരാൾ വന്നിട്ട് ഇങ്ങനെ മെസ്സേജിൻ്റെ കണ്ടന്റ് റീഡ് ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുക. ദെൻ അടുത്ത രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നതാണ് ആക്റ്റീവ് അറ്റാക്ക്. അപ്പോൾ ആക്റ്റീവ് അറ്റാക്കിൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ളൊരു അറ്റാക്സ് ആണ് ആക്റ്റീവ് അറ്റാക്ക്. ഇവിടെ നമ്മളുടെ ഡേറ്റ സ്ട്രീമിൻ്റെ കണ്ടന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, മോഡിഫൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ അറ്റാക്കർ അവരുടേതായിട്ടുള്ള ഒരു ഫോൾസ് സ്ട്രീം ജനറേറ്റ് ചെയ്തിട്ട് അതിനെ ആയിരിക്കും റിസീവറിലേക്ക് കൊടുക്കുക. അപ്പോൾ അത് തന്നെ മെയിനായിട്ട് 4 കാറ്റഗറി ഉണ്ട്: മാസ്കുറേഡ്, റീപ്ലേ, മോഡിഫിക്കേഷൻ ഓഫ് മെസ്സേജസ് ആൻഡ് ഡിനീൽ ഓഫ് സർവീസ്. അപ്പോൾ മാസ്കറേഡ് എന്ന് പറയുമ്പോഴത്തേക്കും വൺ എൻറ്റിറ്റി പ്രിറ്റൻസ് ടു ബി എ ഡിഫറെൻറ്റ് എൻറ്റിറ്റി. അതായത് ആ ഒറിജിനൽ സോഴ്സിനെ പോലെ മറ്റൊരാൾ ആക്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ മാസ്കറേഡിനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ബോബ് ആലീസിനാണ് മെസ്സേജ് അയക്കേണ്ടുള്ളത്. പക്ഷേ ഇവിടെ ബോബിനെ പോലെ അപ്പിയർ ചെയ്ത്, അല്ലെങ്കിൽ ബോബിൻ്റെ യൂസർ നെയിമോ പാസ്വേഡോ ഒക്കെ ആക്സസ് ചെയ്തിട്ട് മറ്റൊരാൾ അറ്റാക്കർ എന്ത് ചെയ്യുന്നു, ആലീസിന് മെസ്സേജസ് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, മറ്റൊരാളുടെ ഐഡൻറ്റിറ്റി സ്റ്റോൾ ചെയ്തിട്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡേറ്റ ഫോൾസ് സ്ട്രീം ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതാണ് മാസ്കറേഡ് അറ്റാക്ക്. ദെൻ അടുത്ത രണ്ടാമത്തെ അറ്റാക്കായി റീപ്ലേ. റീപ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരാളിൽ നിന്നും, അതായത് ആ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടെ നിന്നുള്ള ഒരു മെസ്സേജിൻ്റെ ഒരു പാർട്ടിനെ ക്യാപ്ചർ ചെയ്തിട്ട് അതിൻ്റെ എന്ത് ചെയ്യുക, ഒരു റീട്രാൻസ്മിറ്റ് ചെയ്യുക. ആ മെസ്സേജിനെ ക്യാപ്ചർ ചെയ്തിട്ട് അതിൻ്റെ ബാക്കി ഭാഗം ഇയാളായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ. സോ അതാണ് റീപ്ലേ. ദെൻ മോഡിഫിക്കേഷൻ ഓഫ് മെസ്സേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ഒരാൾ മറ്റൊരാൾക്ക് അയക്കുന്ന മെസ്സേജിനെ എന്ത് ചെയ്യുക, അതിലുള്ള കണ്ടന്റുകളെ ഓൾട്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിളായിട്ട് അലോ ജോൺ സ്മിത്ത് ടു റീഡ് കോൺഫിഡൻഷ്യൽ ഫയൽ അക്കൗണ്ട്സ്, അതിനെ ഇങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്തു. അലോ ഫ്രെഡ് ബ്രൗൺ ടു റീഡ് കോൺഫിഡൻഷ്യൽ ഫയൽ അക്കൗണ്ട്സ്, അവിടെ ആ പേര് ഓൾട്ടർ ചെയ്ത് കളഞ്ഞു. അപ്പോൾ അവിടെ എന്താണ്, നമുക്ക് ആക്ച്വലി ഒരു അൺഓതറൈസ്ഡ് എഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്, അല്ലേ? നമ്മൾ ഒറിജിനലി അയച്ച മെസ്സേജ് അല്ല റിസീവറിലേക്ക് എത്തുന്ന, ആ ഡേറ്റയുടെ ഇൻറ്റഗ്രിറ്റി ആണ് അവിടെ നഷ്ടപ്പെടുന്നത്. ദെൻ മൂന്നാമത്തത് ഡിനയൽ ഓഫ് സർവീസ് ഡിനയൽ ഓഫ് സർവീസ് ആണ്. ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറയുമ്പോൾ അതിൽ പറയുന്ന പോലെ തന്നെ അവരെ സം സർവീസസ് യൂസ് ചെയ്യുന്നതിൽ നിന്ന് ഡിനൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറയുമ്പം ചിലപ്പോൾ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ സം വെബ്സൈറ്റുകൾ ആക്സസ് ചെയ്യുന്നതിലോ ഒക്കെ തന്നെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സർവീസസ് എല്ലാം നമ്മൾ ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഒക്കെ നോർമലി നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അറ്റാക്കർ എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ആ ഒരു ഫെസിലിറ്റി നമുക്ക് ബ്ലോക്ക് ചെയ്തിടുന്നു. അതാണ് ഈ ഒരു ആക്റ്റീവ് അറ്റാക്കിലെ ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ നമുക്ക് റീപ്ലേ എന്ന് പറയുമ്പം നോക്കാം. റീപ്ലേ ആലീസ് ബോബിന് അയക്കുന്ന മെസ്സേജാണ്, അത് ക്യാപ്ചർ ചെയ്തിട്ട് ഇതിന് ശേഷം ബാക്കി, അതായത് ഇയാളുടെ മറുപടി ആയിട്ട് ഇത് ഇങ്ങോട്ടേക്ക് അയക്കുന്നു. ഓക്കെ, ദെൻ അടുത്ത മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എടുക്കുന്ന മെസ്സേജ് എടുത്തു, അതിനുശേഷം അതിൽ മോഡിഫൈ ചെയ്തിട്ട് അയച്ചു. അപ്പോൾ റീപ്ലേയും മോഡിഫിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ റീപ്ലേയിൽ അയാൾ അയച്ച ഈ ബോബ് അയച്ച അതേ മെസ്സേജ് തന്നെ ആയിരിക്കും ഇങ്ങോട്ടേക്ക് അയക്കുക. പക്ഷേ എന്താണ്, ഈ ഒരു അറ്റാക്കറുടേതായിട്ടുള്ള രീതിയിലായിരിക്കും ആ മെസ്സേജ് അയക്കുന്നത്. ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും മറ്റ് സർവീസസ് യൂസ് ചെയ്യുന്നതിൽ നിന്നും തടയുകയാണ് ചെയ്യുന്നത്. സോ അതാണ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ പാസീവ് അറ്റാക്കിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യുന്നതിനേക്കാളും പ്രിവെൻഷൻ ആണ് എളുപ്പം എന്ന് പറഞ്ഞു. കാരണം അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ, ഡിറ്റക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ദെൻ ആക്റ്റീവ് അറ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യുകയും വേണം, അതുപോലെ തന്നെ അതിന് റിക്കവർ ചെയ്യുകയും വേണം. സോ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ സ്റ്റോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതാണ് അറ്റാക്കുകൾ, സെക്യൂരിറ്റി അറ്റാക്കുകളെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്.
ദെൻ രണ്ടാമത്തെയാണ് സെക്യൂരിറ്റി സർവീസസ്. അപ്പോൾ ഇനി ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ സെക്യൂരിറ്റി ഇൻഹാൻസ് ചെയ്യുന്നതിനായിട്ട് എന്തൊക്കെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ആണ് ആവശ്യമായിട്ടുള്ളത്, അതുപോലെ തന്നെ സെക്യൂരിറ്റി അറ്റാക്കിനെ നമുക്ക് എന്ത് ചെയ്യണം, പ്രിവെൻറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ തരത്തിലുള്ള ഒന്നോ അതിലധികമോ സെക്യൂരിറ്റി മെക്കാനിസംസിനെ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെക്കാനിസം ആയിട്ട് പറയുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റു മെക്കാനിസംസിനെ യൂസ് ചെയ്യാം. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അത് രണ്ട് രീതിയിലാണ് പറയുന്നത്. X800 എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ട്, ദെൻ RFC2828. X800 എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, സർവീസ് പ്രൊവൈഡഡ് ബൈ പ്രോട്ടോകോൾ ലെയർ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഓപ്പൺ സിസ്റ്റം, OSA ലെയറിൽ ഓരോ ലെയറിലും പ്രൊവൈഡ് ചെയ്യേണ്ടുള്ള ഒരു സർവീസാണ്. അതിൽ എൻഷുർ ചെയ്യുന്ന എന്താണ്, അഡ്വക്കേറ്റ് സെക്യൂരിറ്റി ഓഫ് ദ സിസ്റ്റംസ് ഓർ ഡേറ്റ ട്രാൻസ്ഫർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഓരോ ലെയറിലും എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സെക്യൂരിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് X800. ദെൻ ഇതിലെന്ന് പറയുമ്പം RFC2828 എന്ന് പറയുമ്പം സ്പെസിഫിക് കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ ടു സിസ്റ്റം റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുക. അതായത് ഓരോ റിസോഴ്സസിനനുസരിച്ചിട്ട് അതിനെ കറസ്പോണ്ട്, അതായത് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓരോ റിസോഴ്സസിന് ആവശ്യമായിട്ട് അതിനനുസരിച്ചിട്ടുള്ള സെക്യൂരിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്താൽ മതി എന്നുള്ളതാണ് RFC2828 എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെ സർവീസസ് ആണെന്നുള്ളത് നോക്കാം. X800ൻ്റെ സർവീസസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ഓതൻറ്റിക്കേഷൻ. ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അഷുറൻസ് ആണ്. അതായത് ഈ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എൻറ്റിറ്റി എന്ന് പറയുന്നത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ളത് ഉറപ്പുവരുത്താനുള്ള ഒരു സർവീസാണ്. സോ അത് നമുക്ക് എന്തൊക്കെ ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്ന പല മെത്തേഡുണ്ട്. ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ യൂസ് ചെയ്യാം, മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ യൂസ് ചെയ്യാം. അങ്ങനെ പല രീതിയിലുള്ള ഓതൻറ്റിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾ കറക്റ്റ് ആയിട്ടുള്ള ആളാണെന്നുള്ളത് അഷ്വർ ചെയ്യാവുന്നതാണ്. ദെൻ ആക്സസ് കൺട്രോൾ. ആക്സസ് കൺട്രോളിൽ പറയുന്ന എന്താണ്, എങ്ങനെയാണ് ഒരു റിസോഴ്സ് അൺഓതറൈസ്ഡ് ആൾക്കാർ വന്ന് ആക്സസ് ചെയ്യുന്നതിൽ നിന്നും എങ്ങനെ അതിനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ആക്സസ് കൺട്രോളിൽ പറയുന്നത്. ദെൻ ഡേറ്റ കോൺഫിഡൻഷ്യാലിറ്റി. അപ്പോൾ ഡേറ്റ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് നമ്മുടെ ഡേറ്റയെ ആക്സസ് ചെയ്യാനോ അതിനെ മാറ്റങ്ങൾ വരുത്താനോ പാടില്ല എന്നുള്ളതാണ്. സോ അതാണ് ഡേറ്റ കോൺഫിഡൻഷ്യാലിറ്റി. ദെൻ ഡേറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ ഒരു സെൻഡർ അയക്കുന്ന ഡേറ്റ അതേ ഫോമിൽ തന്നെ ആയിരിക്കണം നമുക്ക് റിസീവറിൽ കിട്ടേണ്ടുള്ളത്. സോ ഡേറ്റ റിസീവ്ഡ് ഈസ് സെൻഡ് ബൈ ദ ഓതറൈസ്ഡ് എൻറ്റിറ്റി ആണെന്നുള്ളത് അഷ്വർ ചെയ്യുക. അതാണ് ഡേറ്റ ഇൻറ്റഗ്രിറ്റി. ദെൻ നോൺ റെപ്യൂഡിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡിനൈൽ ഓഫ് സർവീസ്, അതായത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു പാർട്ടീസിന് ഒരു സർവീസ് ഡിനൈ ചെയ്യാൻ പാടില്ല. സോ അതാണ് നോൺ റെപ്യൂഡിയേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ X800 പ്രൊവൈഡ് ചെയ്യുന്ന സെക്യൂരിറ്റി സർവീസസ് ആയിട്ട് പറയുന്നത്. ഓതൻറ്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആക്സസ് കൺട്രോൾ ഉണ്ട്, ഡേറ്റയ്ക്ക് കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്, ഇൻറ്റഗ്രിറ്റി ഉണ്ട്, നോൺ റെപ്യൂഡിയേഷൻ ഉണ്ട്. ഓക്കെ, അടുത്തതാണ് സെക്യൂരിറ്റി മെക്കാനിസംസ്. അപ്പോൾ സെക്യൂരിറ്റി മെക്കാനിസം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ഈ സെക്യൂരിറ്റി അറ്റാക്കുകളെ ഡിറ്റക്റ്റ് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനും അതിൽ നിന്നും റിക്കവർ ചെയ്യാനുള്ള മെക്കാനിസംസ് ആണ് സെക്യൂരിറ്റി മെക്കാനിസംസിലൂടെ. അപ്പം അതിൽ തന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിംഗിൾ മെക്കാനിസം ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന എല്ലാ അറ്റാക്കുകളെയും കവർ ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഡിറ്റക്റ്റ് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനും റിക്കവർ ചെയ്യാനൊന്നും പോസിബിൾ അല്ല. സോ അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്യൂരിറ്റി മെക്കാനിസമാണ് ക്രിപ്റ്റോഗ്രഫിക് ടെക്നിക്സ്. അപ്പോൾ നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഒരു ക്രിപ്റ്റോഗ്രഫിക് അൽഗോരിതംസ് ആണ്, അതായത് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനുള്ള മെക്കാനിസംസ്. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള സെക്യൂരിറ്റി മെക്കാനിസംസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിൽ എക്സാമ്പിൾസ് ആണ് എൻസൈഫർമെൻറ്റ്, അതായത് എൻക്രിപ്ഷൻ. ദെൻ ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്യാം, ആക്സസ് കൺട്രോൾ. അപ്പം എൻസൈഫർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡേറ്റയെ പെട്ടെന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുക, അതാണ് എൻസൈഫർമെൻറ്റ്. ദെൻ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ആ ഡേറ്റ റിസീവ് ചെയ്യുന്ന ആൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും ഇത് ഒറിജിനലി അയാൾ ആരയച്ചതാണോ അയാളുടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പം ദെൻ അടുത്ത ആക്സസ് കൺട്രോൾ. അപ്പോൾ ആക്സസ് കൺട്രോളിന് വേണ്ടിയിട്ട് പലതരം മെക്കാനിസംസ് യൂസ് ചെയ്യുന്നുണ്ട്. യൂസർ നെയിം പാസ്വേഡ് യൂസ് ചെയ്യാം, ദെൻ ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ. ദെൻ ഡേറ്റ ഇൻറ്റഗ്രിറ്റി, അതിന് വേണ്ടിയിട്ടും നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള മെസ്സേജ് തന്നെയാണോ എത്തിച്ചു തരുന്നുള്ളതെന്ന് ഉറപ്പ് വരുത്താം.
അങ്ങനെ പലതരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സെക്യൂരിറ്റി മെക്കാനിസംസ് അവൈലബിൾ ആണ് നമ്മളുടെ OSI സെക്യൂരിറ്റി ആർക്കിടെക്ചറിൽ. ഇതിൽ സം ഓഫ് ദ എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞത്. ജസ്റ്റ് ഇതിന്റെ പേരുകളെങ്കിലും ഓർത്ത് വെക്കുക. എൻസൈഫർമെന്റ്, ഡിജിറ്റൽ സിഗ്നേച്ചർ, ആക്സസ് കൺട്രോൾ, ഡേറ്റ ഇന്റഗ്രിറ്റി, ഓതന്റിക്കേഷൻ എക്സ്ചേഞ്ച്, ട്രാഫിക് പാഡിംഗ്, ദെൻ റൂട്ടിംഗ് കൺട്രോൾ, നോട്ടറൈസേഷൻ. ദെൻ പെർവേസീവ് ആയിട്ടുള്ള സെക്യൂരിറ്റി മെക്കാനിസംസ് ഉണ്ട്. അതൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സെക്യൂരിറ്റി പ്രോട്ടോകോൾ ലെയറിന് വേണ്ടിയിട്ടുള്ളതല്ല. ദെൻ അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ട്രസ്റ്റഡ് ഫങ്ഷനാലിറ്റി, സെക്യൂരിറ്റി ലേബൽ, ഇവന്റ് ഡിറ്റക്ഷൻ, സെക്യൂരിറ്റി ഓഡിറ്റ് ട്രെയിൽ, സെക്യൂരിറ്റി റിക്കവറി. ഇത്രയാണ് നമ്മുടെ സെക്യൂരിറ്റി മെക്കാനിസം ആയിട്ട് പഠിക്കാനുള്ളത്.